നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ അധികം അഭിനയിച്ചിട്ടില്ല എങ്കിലും ഒരു വലിയ ആരാധക വൃന്ദമുള്ള നടിയാണ് അമല അക്കിനേനി. എന്റെ സൂര്യപുത്രിക്ക് എന്ന ഫാസിൽ ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ താരം ഒറ്റ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയായി. സൗന്ദര്യവും സ്റ്റൈലിഷ് ലുക്കും അന്നത്തെ മറ്റ് താരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ അഭിനയ ശൈലിയും അമലയ്ക്ക് മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുത്തു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും തിരക്കേറിയ നടിയായിരുന്നു 80കളിൽ അമല. നടൻ നാഗാർജുനയുമായുള്ള വിവാഹശേഷമാണ് അമല അഭിനയ രംഗത്ത് നിന്നും ഇടവേള എടുത്തത്. വർഷങ്ങൾക്കിപ്പുറം 2017 പുറത്തിറങ്ങിയ കെയർ ഓഫ് സൈറ ബാനു എന്ന ചിത്രത്തിലൂടെ അമല മലയാളത്തിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവും നടത്തിയിരുന്നു. മഞ്ജു വാര്യരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അമലയും മഞ്ജുവും ഒന്നിച്ചെത്തിയപ്പോൾ മികച്ച സ്വീകാര്യതയായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. ഇപ്പോഴിതാ അമലയെക്കുറിച്ച് മുൻപ് ഒരു അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. അമലയെ കണ്ടപ്പോൾ തനിക്ക് വിറയൽ അനുഭവപ്പെട്ടിരുന്നു എന്ന് മഞ്ജു പറഞ്ഞിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ മാം സമ്മതിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു അവസ്ഥയിലായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞാണ് അമല മാം ജോയിൻ ചെയ്തത്. അവരുടെ വരവിനായി ദിവസം എണ്ണി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അവർ വരുന്നു എന്നറിഞ്ഞതിന്റെ തലേദിവസം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലൊക്കേഷനിൽ ചെന്നപ്പോൾ മാം ഇങ്ങനെ കാരവാനിൽ ഇരിക്കുകയായിരുന്നു. വിറയലും വിയർപ്പുമൊക്കെയായി ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു എനിക്ക്. ഈ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചതിന് താങ്ക് യു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്കാണ് സന്തോഷം. എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചതിൽ അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത്. മഞ്ജുവിന്റെ സിനിമകൾ ഞാൻ കണ്ടിരുന്നു എന്നായിരുന്നു അമല പറഞ്ഞത്. സൂര്യപുത്രയെ മനസ്സിൽ കണ്ടായിരുന്നു ഞാൻ ആമിയെ അവതരിപ്പിച്ചത് എന്നായിരുന്നു മഞ്ജുവും പറഞ്ഞത്. ഹൗ ഓൾഡ് ആർ യു ഒക്കെ ഞാൻ കണ്ടിരുന്നു. അതിലെ പെർഫോമൻസ് ഇഷ്ടമായിരുന്നു എന്നും അമല വ്യക്തമാക്കി. ഫാസിൽ സാർ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു, ബേബി ഉണ്ടായി, ആശുപത്രി തുടങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് 20 ദിവസങ്ങളോളം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. മാമിന്റെ രംഗം ചിത്രീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. മാം ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ഡയലോഗ് പഠിക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. കോടതിയിൽ കേസൊക്കെ വാദിക്കുന്നതല്ലേ, പഠിക്കാൻ അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. എന്നാലും ഇരുന്ന് പഠിച്ചു. അർത്ഥം മനസ്സിലാക്കിയാണ് ഞാൻ ഡയലോഗ് പഠിച്ചത് എന്നായിരുന്നു അമല പറഞ്ഞത്. എന്നെ മലയാളം പഠിപ്പിച്ചത് മഞ്ജു ആയിരുന്നു. ചില വാക്കുകൾ കിട്ടാൻ പ്രയാസമായിരുന്നു. എന്നാലും എല്ലാവരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. ഡയലോഗും നിയമവശങ്ങളും കോടതിയിലെ കാര്യങ്ങളും ഒക്കെ വഴങ്ങുമോ എന്നൊക്കെ ഓർത്തായിരുന്നു ടെൻഷൻ. മലയാളം പറയാനാവുമോ എന്ന് ഓർത്തായിരുന്നു ആശങ്ക. മലപ്പുറം ശൈലിയിൽ സംസാരിക്കാനായി ഞാൻ പാടുപെട്ടിരുന്നു എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. ഇതുവരെ ചെയ്തതെല്ലാം ഇതുപോലെ തന്നെ സംസാരിക്കുന്നത് പോലെയുള്ള കഥാപാത്രങ്ങളായിരുന്നു. മലപ്പുറം സ്റ്റൈലിൽ സംസാരിക്കുന്ന കുറെ പേർ ആ സെറ്റിൽ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ച് സ്ഥിരീകരിച്ച ശേഷമാണ് ഷൂട്ടിന് പോയതെന്നായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞത്. പ്രശസ്തരായ കമലഹാസൻ, രജനീകാന്ത്, വിജയകാന്ത് തുടങ്ങി മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള അമല 1986 മൈഥിലി എന്നെ കാതലി എന്ന ചിത്രത്തിലൂടെയാണ് തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ തമിഴിൽ വെറും 5 വർഷം മാത്രമാണ് അമല സജീവമായി ഉണ്ടായിരുന്നത്. 1991 ഫാസിൽ തന്നെ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ എന്റെ സൂര്യപുത്രിക്ക് എന്ന മലയാള ചിത്രത്തിന്റെ റീമേക്കായ കർപ്പൂരമുല്ലയാണ് അമലയുടെ അവസാന തമിഴ് ചിത്രം. മുമ്പൊരു അഭിമുഖത്തിൽ തന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കത്തെക്കുറിച്ച് അമല തുറന്നു പറഞ്ഞിരുന്നു. ഞാൻ നൃത്തം ഐച്ഛിക വിഷയമായി എടുത്ത അവസാന വർഷം പഠിക്കുമ്പോഴാണ് DR സാർ എന്നെ കാണുന്നതും ഒരു വേഷം വാഗ്ദാനം ചെയ്യുന്നതും. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, നൃത്തം മാത്രമേ അറിയൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഡാൻസിന് പ്രാധാന്യമുള്ള ചിത്രമാണെന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നു, അഭിനയിക്കാൻ പഠിപ്പിച്ചു, പ്രേരിപ്പിച്ചു. ആ സിനിമ പൂർത്തിയാക്കിയ ശേഷമാണ് എനിക്ക് വീണ്ടും ഓഫറുകൾ വരുന്നത്. അമല പറഞ്ഞിരുന്നു. തന്റെ ആദ്യ ചിത്രം വിജയമായെന്ന് അമലയ്ക്ക് മനസ്സിലായത് ഒരു ദിവസം TVS സ്കൂട്ടറുമായി റോഡിൽ ഇറങ്ങിയപ്പോഴാണ്. അതോടെ ഇനി സ്കൂട്ടർ ഓടിച്ച് നടക്കൽ ബുദ്ധിമുട്ടാകുമെന്ന് കാറും വാങ്ങിയേ തീരൂ എന്നും അമല മനസ്സിലാക്കി. എന്റെ സിനിമ വിജയിച്ചതായി ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് ഞാനൊരു TVS സ്കൂട്ടർ ആയിരുന്നു ഓടിച്ചിരുന്നത്. ഒരു ദിവസം ഞാൻ TVS ഓടിച്ച് സിഗ്നലിൽ നിൽക്കുമ്പോൾ എന്നെ കണ്ട പലരും ഹേയ് അമല എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഓ, സിനിമ വിജയമായോ, എനിക്കിനി TVS ഓടിക്കാൻ കഴിയില്ല, പുറത്തു പോകാൻ കഴിയില്ല എന്നായി. ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ അടുത്ത സിനിമയിൽ ഒപ്പിട്ടതെന്നും താരം പറഞ്ഞിരുന്നു. 80കളിൽ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും തിരക്കുള്ള നായികാ നടിമാരിൽ ഒരാളായിരുന്നു അമല അക്കിനേനി. 1992 നടൻ നാഗാർജുനയെ വിവാഹം ചെയ്തതോടെ അമല കരിയറിൽ നിന്നും ഇടവേള എടുത്തു. പിന്നീട് തിരിച്ചു വന്നെങ്കിലും പഴയതുപോലെ സജീവമായില്ല. കൊൽക്കത്തയിലാണ് അമല ജനിച്ചത്. അച്ഛൻ ബംഗാളിയായ നേവി ഓഫീസർ, അമ്മ ഐറിഷുകാരി. ചെന്നൈയിലാണ് അമല വളർന്നത്. ഒരു സഹോദരനും അമലയ്ക്കുണ്ട്.
തന്റെ മാതാപിതാക്കളെക്കുറിച്ച് മുൻപൊരിക്കൽ അമല സംസാരിച്ചിരുന്നു. അച്ഛനും അമ്മയും വിവാഹമോചിതരാണെന്ന് അമല പറഞ്ഞിരുന്നു. ആദ്യമായി അടയാറിൽ അമ്മയ്ക്ക് വേണ്ടി വീട് വാങ്ങി. എൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതാണ്. അച്ഛൻ വേറെ വിവാഹം ചെയ്തു. അമ്മ എനിക്കൊപ്പമായിരുന്നു. എൻ്റെ അമ്മയെ ഞാൻ നോക്കണമെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്കായി വീട് വാങ്ങി. അമ്മ എനിക്ക് പ്രിയപ്പെട്ടയാളാണ്. ഇപ്പോഴും അമ്മ എനിക്കൊപ്പമാണുള്ളത്. 88 വയസ്സായ അമ്മയ്ക്ക്. എല്ലാവരും അവരുടെ അമ്മയ്ക്ക് ഒരു വീട് വാങ്ങണം. അച്ഛനെയും അമ്മയും ഇപ്പോൾ ഞാനാണ് നോക്കുന്നത്. അച്ഛൻ ഉത്തരാഖണ്ഡിലാണ്. അവിടെ പോയാൽ 10 ദിവസം ഞാൻ അവിടെ ആയിരിക്കും. പ്രയോറിറ്റി മാതാപിതാക്കളിലായതിനാൽ 80s റീയൂണിയൻ എന്ന പേരിൽ സഹപ്രവർത്തകർ ഒത്തുചേരുമ്പോൾ തനിക്ക് പോകാനാകാറില്ല. എന്നാൽ ഹൈദരാബാദിലാണ് ഇവന്റ് നടക്കുന്നത് എങ്കിൽ ഞാൻ തീർച്ചയായും പോകുമെന്നും വിദേശത്താണെങ്കിൽ എല്ലാം വിട്ട് തനിക്ക് പോകേണ്ടി വരുമെന്നും അമല അക്നേനി പറഞ്ഞിരുന്നു. ജീവിതത്തിൽ താൻ കുറച്ച് സീരിയസ് ആണെന്നും ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉള്ളതാണ് തനിക്ക് അതിന് കാരണമെന്നും അമല പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഹൈദരാബാദിലെ നിശബ്ദത എന്നെ ബാധിച്ചു. നാഗ് സാർ എനിക്ക് വേണ്ടി കടലോരത്തിന്റെ ശബ്ദമുള്ള CD വീട്ടിൽ പ്ലേ ചെയ്തു. ഇതാ നിന്റെ കടലെന്ന് പറഞ്ഞു. വീണ്ടും അഭിനയിക്കണമെന്ന ആഗ്രഹം തനിക്കില്ല എന്നും അമല പറഞ്ഞിരുന്നു. ഞാൻ നോ പറയില്ല, പക്ഷെ ജീവിതം ഒരുപാട് മുന്നോട്ട് പോയി. ജോലി തേടി പോകില്ല. വ്യത്യസ്തമായ റോൾ വന്നാൽ ചെയ്യും. ഇപ്പോൾ എന്നേക്കാൾ നന്നായി റോൾ ചെയ്യുന്നവരുണ്ട്. പാവമായ അമ്മ കഥാപാത്രങ്ങൾക്ക് എന്നെ സമീപിക്കും. സോറി, ഞാൻ ചെയ്യില്ല എന്ന് പറയും. സ്ത്രീകൾ ഒരുപാട് മാറി. അത്തരം കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നും അമല പറഞ്ഞിരുന്നു. തെലുങ്ക് താരം നാഗാർജുനയുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന അമല പിന്നീട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി. ബ്ലൂ ക്രോസ് ഓഫ് ഹൈദരാബാദ് എന്ന NGOയ്ക്ക് നേതൃത്വം നൽകി മൃഗസംരക്ഷണ രംഗത്തും അമല സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.